ഹലോ, നമുക്കൊന്നൊരു പുളിശ്ശേരി വീഡിയോ നോക്കിയാലോ? സോ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളിശ്ശേരിക്കുള്ളത് പൈനാപ്പിളാണ് എടുക്കുന്നത്. സോ പൈനാപ്പിൾ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് വെള്ളവും ചേർത്ത് അതിൽ കൂടെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് വേവിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തതിൻ്റെ കൂട്ടാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വേണം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്. സോ ഇതിൻ്റെ കൂടെ തന്നെ ശകലം ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. സോ ഇത്രയും ചേർത്ത് വെള്ളവും ചേർത്ത്, ഞാനിവിടെ വെള്ളത്തിന് പകരം ഞാൻ യൂസ് ചെയ്ത തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. നല്ല രീതിയിൽ അരച്ചെടുക്കുക. സോ അരച്ചെടുത്ത മിക്സ്ചർ നമുക്കിതിനെ നമ്മൾ വെന്ത പൈനാപ്പിളിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേറെ പ്രോസസ്സ് ഇത് തണുത്ത ശേഷം നമുക്ക് തൈരും കൂടെ ചേർക്കാം. സോ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ കടുക് വറുക്കാം കേട്ടോ. സോ കടുക് വറുക്കണത് എല്ലാവർക്കും അറിയാവുന്ന പ്രോസസ്സ് തന്നെയാണ്. കടുക് വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതും കൂടെ നമ്മൾ പുളിശ്ശേരി ചേർക്കുക. സോ അടിപൊളിയായിട്ടുള്ള പുളിശ്ശേരി നമുക്ക് ഇവിടെ തയ്യാറാക്കിയെടുക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാടേ.